ഹായ്, എൻ്റെ ഇ പാക്കിൻ്റെ ഹോൾഡിങ്ങിൽ ഞാൻ എന്ത് ചേഞ്ച് വരുത്തി എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇ പാക്ക് ഹോൾഡ് ചെയ്യുന്നവരാണെങ്കിൽ മാർക്കറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഇ പാക്കിൻ്റെ ഈ ക്വാർട്ടറിലെ റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്ത രീതിയിൽ വന്നിട്ടില്ല. അതായത് 30-35% പ്രതീക്ഷിച്ചത് 22% കുറഞ്ഞു പോയിട്ടുണ്ട്. അത് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ തന്നെ ഒരു പരിധി വരെ കവർ ചെയ്തിട്ടുണ്ട്. കാരണം മാനേജ്മെന്റ് ഇത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നുള്ള കാര്യമൊക്കെ. പക്ഷേ മാനേജ്മെന്റ് കമ്മിറ്റി വന്നിരുന്ന അന്ന് ഈവനിങ് ആണ്, അതായത് റിസൾട്ട് വരുന്ന ദിവസം വൈകിട്ടായിരുന്നു. ആ സമയം കൊണ്ട് തന്നെ സ്റ്റോക്ക് ഏകദേശം ഒരു 10% അതായത് ലോവർ സർക്യൂട്ട് അടിച്ചിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ആ രീതിയിലായിരുന്നു ട്രേഡിംഗ് നടത്തിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ നമുക്ക് അത്യാവശ്യം ഈ ഒരു കാര്യത്തിലൊക്കെ ഈ ക്വാർട്ടറിൽ എന്താ സംഭവിച്ച കാര്യം എന്നൊക്കെ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരിക. അത് പിന്നെ അടുത്ത ക്വാർട്ടറിൽ അവർ കവർ ചെയ്യുന്നുള്ള കാര്യം, ഈ വർഷത്തെ ഗൈഡൻസ് കാര്യങ്ങളെല്ലാം അവർ മെയിൻറ്റെയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അത് അത്യാവശ്യം പോസിറ്റീവ് ആയിട്ടായിരുന്നു. പക്ഷേ ആ ഒരു കമന്ററിയിൽ തന്നെ മാനേജ്മെന്റ് ഒരു കാര്യം പറഞ്ഞിരുന്നു, അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ അവരുടെ റവന്യൂ ഗ്രോത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1800 കോടിയിലായിരിക്കും റവന്യൂ എത്തുക എന്നുള്ള കാര്യം പറഞ്ഞു. അതായത് 20% ഗ്രോത്ത് ആണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കിയാൽ കഴിഞ്ഞ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 30-35 ഗ്രോ ചെയ്യുന്ന കമ്പനി അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ